എന്തൊരു ശിവാനി, ആകെ ഡള്ളായിരിക്കുന്നല്ലോ. എന്താന്നറിയില്ല, രാവിലെ എഴുന്നേറ്റപ്പോ മുതല് ചെറിയൊരു തലവേദന. തലവേദന? ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് തലവേദനയുടെ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കേ. ഏയ്, ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കണ്ട. ഈ സമയത്ത് പെയിൻ കില്ലർ ഒന്നും കഴിക്കാൻ പാടില്ല. നീ പോയി നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്ക്. പതുക്കെ തലവേദന കുറഞ്ഞോളും. ഞാൻ കുളിച്ചാൻറ്റി, അത് പതുക്കെ അങ്ങ് മാറിക്കോളും. ഈ പാർവതി ആൻറ്റി ഇതെവിടെ പോയി? എന്താ കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഏയ്, ഇപ്പൊന്നും വേണ്ട. ഞാൻ ജസ്റ്റ് വെറുതെ വന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനങ്ങ് വായിക്കാം. ഒരു 2 മിനിറ്റ് സമയം കൂടി ഞാൻ തരും. അതിനുള്ളിൽ ഹാളിലേക്ക് വന്നോണം. വന്നില്ല എങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ അറിയാലോ, ആ ടൈം ബോംബ് കൃത്യമായിട്ട് പൊട്ടും. ഗൗതമിന്റെ രഹസ്യങ്ങൾ പുറത്തറിയണോ അതോ ഞാൻ പറയുന്നത് അനുസരിക്കണോ? എന്ത് വേണമെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. വിത്തിൻ 2 മിനിറ്റ്സ്. എന്താ ശിവാനി, തീരെ വയ്യേ? ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, ഞാൻ കുറച്ചൊരു ഇവിടെ ഇരുന്നോട്ടെ. ഒരു തലവേദനയല്ലേ ശിവാനി, ടെൻഷൻ അടിക്കണ്ട. അത് പതുക്കെ അങ്ങ് മാറിക്കോളും. ആഹാ, നീ ഇവിടെ വന്നിങ്ങനെ സൂചിച്ചിരിക്കുകയാണോ? എഴുന്നേറ്റ് ഇവിടുന്ന്. അടുക്കളയിൽ 100 കൂട്ടം പണി കിടക്കുക. ആ പാവ നിധി അവിടെ ഒറ്റയ്ക്ക് പണിയെടുക്കുമ്പോ നീ ഇവിടെ വന്നിരിക്കുന്നതിൽ നാണം തോന്നുന്നില്ലേ ശിവാനി നിനക്ക്? ചെന്നേ, അടുക്കളയിൽ ചെന്ന് അത്യാവശ്യം ജോലിയൊക്കെ അങ്ങ് ചെയ്യും. അതിലൊന്നും ഒരു കുഴപ്പവും വരാനില്ല. ഇങ്ങനെ മഹാറാണിയെ പോലെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല. ചെല്ലങ്ങോട്ട്. എന്തെങ്കിലും പടി പിടിഞ്ഞ പോലെ നിൽക്കുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? ആന്റി ഗീന്റിന്നൊന്നും വിളിക്കണ്ട. പണിയെടുക്കാൻ പറഞ്ഞ പണിയെടുത്തോണം. എന്തോ അമ്മേത്, അമ്മേത് എന്തോ ഭാവിച്ചിട്ടാ? കേട്ടിട്ട് എന്താന്ന് നിനക്കൊന്നും മനസ്സിലായില്ലേ? എഴുതി, ശിവാനി പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടിയാണ്. ഇവളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കണ്ട. ഓഹോ, അങ്ങനെയാണോ? പറയുന്ന കേട്ടാ തോന്നുമല്ലോ വയറ്റിലുള്ള പെണ്ണുങ്ങൾ ആരും ഒരു പണി എടുക്കാതെ ഒരുങ്ങി കെട്ടി ഇങ്ങനെ വന്നിരിക്കുകയാണെന്ന്. ഇവളോട് പോയി പാറ പൊട്ടിക്കാനും മണ്ണ് ചുമക്കാനും ഒന്നും അല്ലല്ലോ പറഞ്ഞത്. അത്യാവശ്യം അടുക്കളപ്പണി ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ. അമ്മയ്ക്ക് ഇത് എന്തോ അമ്മേ പറ്റിയത്? എല്ലാ അമ്മയ്ക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. റെസ്റ്റ് എടുക്കുന്ന സമയമാണിത്. ഈ റെസ്റ്റ് എന്ന് പറയുന്നതേ ഒരു പണി എടുക്കാതെ അനങ്ങാതിരുന്ന് തിന്നുന്നതല്ല. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ കയറി അഭിപ്രായം പറയാൻ നിൽക്കണ്ട. ശിവാനി, നീ അടുക്കളയിൽ ചെല്ല്. നീ എന്താ എന്നെ അനുസരിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചു നിൽക്കുകയാണോ? എന്താ അമ്മ, എന്തിനാ ശിവാനിയോട് ദേഷ്യപ്പെടുന്നത്? നീ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ നിന്ന് എന്തൊക്കെ ജോലി ചെയ്യൂടി? ഇവൾക്കോ കുഴപ്പമൊന്നുമില്ല, അവളും കൂടെ വന്ന് സഹായിക്കട്ടെ. എഴുതി, നിധി ഒറ്റയ്ക്കല്ലല്ലോ, നിർമ്മലയില്ലേ കിച്ചണില്. ഈ വീട്ടിലെ ആദ്യത്തെ സന്തതിയാണ് ശിവാനിയുടെ വയറ്റിൽ വളരുന്നത്. ആ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പാടില്ല. റെസ്റ്റ് എടുത്തേ പറ്റൂ. ആന്റി, ജോലിയൊന്നും ഒരു 4 മാസത്തേക്ക് ചെയ്യേണ്ടെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ഇരുന്നത്. അയ്യോടാ, വയറ്റി കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാ നീ അറിഞ്ഞത്?
സ്റ്റെപ്പ് ചാടി ഇറങ്ങുന്നതിനും ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുന്നതിനൊന്നും നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അമ്മേ വേണ്ട, അവിടെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ജോലികളേ ഉള്ളൂ, അത് ഞങ്ങൾ ചെയ്തോളാം. ദേ നോക്ക് നിധി, നീ വലിയ സർവം സഹയൊന്നും ആവണ്ട. മിണ്ടാതെ അവിടെ നിന്നോ. നിന്നോട് അടുക്കളയിലേക്ക് പോകാൻ പറഞ്ഞേ, നീ പോകുന്നോ ഇല്ലയോ? എന്താ പാർവതി ഇത്? ശിവാനിക്ക് റെസ്റ്റ് വേണ്ട സമയം ഇത്. റെസ്റ്റ് എടുക്കട്ടെ. അത് വേലക്കാരിയെ വേലക്കാരിയുടെ പണി ചെയ്താ മതി, ഉപദേശമൊന്നും വേണ്ട, കേട്ടല്ലോ. എന്താ ശിവാനി തീരുമാനം? അടുക്കളയിലേക്ക് പോകുന്നോ ഇല്ലയോ? എനിക്ക് നല്ല തലവേദന ആന്റി. വേദനിക്കും. ജോലി ചെയ്യാനെങ്ങാനും പറഞ്ഞാലേ അപ്പൊ വേദനിക്കും. ഒന്ന് പോടി അങ്ങോട്ടെ. അയ്യോ ദേ, എന്തോ അമ്മേ കാണിക്കുന്നേ? ഒരു മര്യാദ വേണ്ടേ? ശിവാനിയെ കൊണ്ട് ജോലി ഏൽപ്പിച്ച് അടങ്ങുന്ന അമ്മയ്ക്ക് എന്ത് ഇത്ര വാശി? അതിനിവിടെ സർവന്റ് ഉണ്ടല്ലോ. ഏട്ടത്തി ജോലി ചെയ്യുന്നതാണ് അമ്മയുടെ വിഷമമെങ്കിൽ ഏട്ടത്തിയോട് ഇവിടെ വന്നിരിക്കാൻ പറ. എന്നാലും നീ നിന്റെ പെണ്ണുമ്പിള്ളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കല്ലേടാ. നിധിക്ക് അങ്ങനെ നിന്റെ വക ഔദാര്യൊന്നും വേണ്ട. കല്യാണത്തിന് മുൻപ് ഇവളുടെ വീട്ടിലും ഇത് തന്നെയായിരുന്നു ശീലമെന്ന് കേട്ടിട്ടുണ്ട്. നിധി കടന്നു പണിയെടുക്കും, ഇവളുടെ അമ്മയും വെറുതെ ഇരുന്ന് തിന്നായിരുന്നു അവിടെ. ഈ തൊള്ളയ്ക്കൊരു അവസരം കൊടുത്തപ്പോ എല്ലാം അങ്ങ് വിളിച്ച് പറയാണല്ലോ. വീട്ടിലെ അധികാരങ്ങൾ മുഴുവൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നില്ല എന്നും പറഞ്ഞ് ഈ വസുന്ധരയും കൂട്ടുപിടിച്ച് വഴക്കിന് നടന്നവളല്ലേ ഇവള്. അലമാരയുടെ ചാവി കൈ കിട്ടിയില്ല എന്നുള്ള സങ്കടമല്ലായിരുന്നോ? അതിനെ അങ്ങോട്ട് ജോലി ചെയ്യണം. നിക്കേ, ഞാൻ കാണിച്ചുതരാം. അടുക്കളപ്പണിയൊക്കെ നിധിയും നിർമ്മലയും കൂടെ ചെയ്തോളൂ. നീ ഈ വീടൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്ക്. പിടിക്കാൻ. അയ്യോ അമ്മേ വേണ്ട, ഞാൻ ഇപ്പൊ അടുക്കളയിൽ നിന്ന് ഇറങ്ങും. ഞാൻ വന്ന് അടിച്ച് വൃത്തിയാക്കിക്കോളാം. വേണ്ട, ഇതേ എന്റെ വാശിയാ. ഇവളെ കൊണ്ട് ഇന്ന് ജോലി ചെയ്യിപ്പിച്ചാൽ ഞാൻ അടങ്ങും. ശിവാനി ജോലി പിടിക്കാൻ. ആന്റി, എനിക്ക് കുനിഞ്ഞു നിന്ന് തൂക്കാൻ പറ്റില്ല, തലവേദന എടുക്കുക. തലവേദന എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ, മര്യാദക്ക് ചൂല് പിടിക്ക്. അമ്മ ഇത് വേണ്ടാത്ത പരിപാടി കേട്ടോ. നീ നിന്റെ പാടി നോക്കി പോടാ. പിടിക്കടി. എന്തായാലും ഇവൾ കിട്ടുന്നു കൊടുക്കാൻ കിട്ടിയ അവസരം. മര്യാദയ്ക്ക് ഒരെണ്ണം പൊട്ടിക്കണമെന്ന് കുറെ നാളായി ഞാൻ വിചാരിക്കുന്നതാ. ഞാൻ പറഞ്ഞ കേക്കാൻ എന്താണ് ഇത്ര താമസം? അമ്മ എന്ത് പണി അമ്മയെ കാണിക്കുന്നേ? എന്താടി നോക്കി പേടിപ്പിക്കുന്നോ? ഈ പരട്ട തള്ളയുടെ ഒരടി അടിക്കാനല്ല ഞാൻ പറഞ്ഞേ. ഇത് എന്നോടുള്ള സർവ്വ വൈരാഗ്യം ഇവര് തീർക്കാണല്ലോ. എടുത്ത് ഇങ്ങനെ മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറരുത്. ഇത് ഞാൻ ക്ഷമിക്കുന്നു വിചാരിക്കണ്ട അമ്മേ. എനിക്ക് ശിവാനി, എന്തിനമ്മേ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എടുത്ത് എന്തുദ്ദേശിച്ചാ ഇവളെ തല്ലിയത്? സഹിക്ക്, നിനക്കൊരു പരിധിയുണ്ടമ്മേ. പ്രഗ്നന്റ് ആയ ഒരു പെണ്ണിനെ ഇങ്ങനെ തലങ്കും വിലങ്ങും തല്ലാൻ വേണ്ടിയിട്ട് എന്ത് തെറ്റാ അവൾ ചെയ്തേ? ഏടത്തിയാണെങ്കിൽ അമ്മ ഇങ്ങനെ ചെയ്യോ? അമ്മയ്ക്ക് ഇത് ഭ്രാന്ത് പിടിച്ചാ? ആദ്യം നിധിയായിരുന്നു ഇവളെ ടോർച്ചർ ചെയ്യാൻ നടന്നിരുന്നത്. ഇപ്പൊ ആ ജോലി ഏട്ടത്തി ഏറ്റെടുത്തോ? ഏട്ടത്തിക്ക് ഇത് എന്താ പറ്റിയത്? ആന്റി, പാർവതി ആന്റി ഒന്നും പറയണ്ട. ഇതൊക്കെ നിധി ആന്റിയെ കൊണ്ട് ചെയ്യിക്കുന്നത്. വാട്ട്? എന്താ ശിവാനി ഇത്? നീ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? നീ ആന്റിയെ മാറ്റി നിർത്തി എന്തൊക്കെയാ പറയുന്നത് ഞാൻ കേട്ടത്. അപ്പോഴെനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഒരു കാര്യമില്ലാതെ ആന്റി എന്നെ വന്ന് തല്ലിപ്പോ
എനിക്ക് ഉറപ്പായി നീ തന്നെയാണ് ഇത് ചെയ്യിച്ചത്. എന്തിനാ ശിവാനി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഞാൻ എപ്പോഴാ അമ്മയായിട്ട് സംസാരിച്ചത്? എപ്പോഴാ നീ അത് കണ്ടത്? ആ, അല്ലെങ്കിൽ ആന്റി പറയട്ടെ, നീയല്ല ഇത് ചെയ്യിച്ചതെങ്കിൽ ആന്റി പറയട്ടെ. സത്യമാണോ അമ്മേ? ശിവാനി പറയുന്നത് നേരാണോന്ന്? എന്താ എന്താ എടുത്തി മിണ്ടാത്തത്? പറയേ, ഇത് നിധി ഒപ്പിച്ച പണിയാണോ? സത്യം എന്താന്ന് വെച്ചാ ഒന്ന് പറ ആന്റി. എടുത്തി പറയുന്നുണ്ടോ ഇല്ലയോ? അമ്മേ പറ അമ്മേ. അതെ, നിധി പറഞ്ഞിട്ട് ഞാൻ ഇവളെ തല്ലിയത്. എന്തിനാ അമ്മ ഇങ്ങനെ കള്ളം പറയുന്നത്? കള്ളൊന്നുമല്ല, നിധി പറഞ്ഞിട്ട് തന്നെയാ ഞാൻ തല്ലിയത്. തല്ലിയതിനിപ്പോ എന്താ കുഴപ്പം? നിധി പറഞ്ഞതുപോലെ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു പണിയും ചെയ്യാതിരുന്ന് തിന്നുന്നത് ശരിയുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം പൊട്ടിച്ചത്. അമ്മ നിർത്തടി. അമ്മ കുമ്മാന്നൊന്നും നീ ഇനി വിളിക്കണ്ട. നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി പ്രഗ്നന്റ് ആയ ഒരു പെണ്ണിനെ തല്ലാൻ ആളെ പറഞ്ഞു വിടാൻ? കൊള്ളാം, നിങ്ങൾ ഇത്ര വലിയ പിശാചാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പ്രണവേ, എനിക്കിപ്പോ പേടിയാവുക. ഇനി ഈ വീട്ടിൽ നിന്ന് ഇവള് നമ്മുടെ കുഞ്ഞുങ്ങളെ വയറ്റി വെച്ച് തന്നെ കൊന്നുകളെ. എനിക്ക് പേടിയാവുക പ്രണവേ, എനിക്ക് വയ്യ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവള് കൊല്ലും. ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ശിവാനി എന്താ ഇത്? നീ എന്തൊക്കെയാ പറയുന്നേ? വേണ്ട പ്രണവേ, ഇത്രയും കാലം ഇവളെന്നെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കി. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കുക. ഇവളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വേണം, ജീവനോടെ വേണം. എങ്ങനെയെങ്കിലും ഞാൻ അവരെ വളർത്തിക്കോളാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയി കൊടുത്ത ഇവർക്ക് സമാധാനാവുമല്ലോ. ശിവാനി, നീ എങ്ങോട്ടും പോകുന്നില്ല. നിന്റെ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നപ്പോഴല്ലേ ആന്റി എന്നെ തല്ലിയത്? എന്നിട്ട് ഒരടി കഴിഞ്ഞപ്പോഴെങ്കിലും നിങ്ങളൊന്ന് തടഞ്ഞോ? എന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ അങ്ങ് ഓഫീസിൽ കൂടി പോയി കഴിഞ്ഞാൽ എനിക്കത് ആലോചിക്കുമ്പോ തന്നെ പേടിയാവുക. ഇനി ഞാനൊരു നിമിഷം പോലെ വീട്ടിൽ നിൽക്കൂല. ശിവാനി, ശിവാനി നീ അങ്ങോട്ട് പോവാ? എന്നെ വിട്. ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കണം. എടാ ചെല്ല്, ചെന്ന് സമാധാനിപ്പിച്ച് വിളിച്ചോണ്ട് വാ അവളെ. ചെല്ലാൻ. ഓട്ടോ ഓട്ടോ. എവിടേക്കാ? നേരെ പോട്ടെ. എന്താടാ, എന്താ പ്രശ്നം? ശിവാനി കരഞ്ഞോണ്ട് പോകുന്നുണ്ടല്ലോ. ഇയാളുടെ ഭാര്യ അമ്മയെ കൊണ്ട് ശിവാനിയെ തല്ലിച്ചു. ശിവാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടത്തില്ല, ഓർത്തോ? എടാ, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ദേ, പ്രണവ് പറഞ്ഞത് തന്നെയാ കാര്യം. ഏട്ടെത്തി ശിവാനിയെ തല്ലി. നിന്റെ ഭാര്യ പറഞ്ഞു തല്ലിച്ചതാ. ശിവാനി തല്ലിയെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാണോ അമ്മേ? ഇവിടെ നിൽക്കുന്ന എല്ലാരും പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. എടാ പ്രണവേ, നീ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാതെ ശിവാനിയെ പോയി നോക്ക്. പ്രഗ്നന്റ് ആയ ഒരു പെണ്ണ എവിടേക്കെന്നില്ലാതെ ഇറങ്ങി പോയിരിക്കുന്നത്. എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം? സാർ, ഇവിടുന്ന് ഒരു ഓട്ടോ കയറിപ്പോയി. സത്യമാണോ അമ്മേ? അമ്മ ശിവാനി തല്ലിയോ? വെറുതെ ഏട്ടത്തിയെ ക്രോസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. നിന്റെ ഭാര്യ എല്ലാത്തിനും കാരണം. എന്താ നിധി, എന്താ ഉണ്ടായത്? ഗൗതം വന്ന് ഞാൻ കാര്യം പറയാം.
ഓ കണ്ടില്ലേ, മന്ത്രം ഓതാൻ വിളിച്ചോണ്ട് പോവാ. കീ കൊടുത്ത പാവയെ പോലെ അവൻ പുറകെ പോകുന്ന കണ്ടില്ലേ? ഛേ, എന്താടാ ശിവാനി എവിടെ? ശിവാനി ഏതോ ഓട്ടോ കയറി പോയത് സെക്യൂരിറ്റി പറഞ്ഞു. ഓട്ടോയിൽ കയറിപ്പോയെന്നോ? എങ്ങോട്ടാ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വണ്ടിയുടെ ചായ എടുത്തിട്ട് വരാം. ഈശ്വര, ഈ ശിവാനി വല്ല അവിവേകം കാണിച്ചല്ലോ. അല്ല, ഞാൻ പോയിട്ട് വരാവേ. മോനെ നിക്ക്, ഞാനും കൂടെ വരാം. കാർ എടുക്കാം മോനെ. വേണ്ട വേണ്ട, എവിടെ ആണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിട്ട് വരത്തുള്ളൂ. ശിവാനിയെ തല്ലാൻ ഞാൻ അമ്മയോട് പറയുമെന്ന് ഗൗതമിന് തോന്നുന്നുണ്ടോ? നീ അങ്ങനെ പറയില്ല എന്ന് മാത്രമല്ല, ഇനി നീ അങ്ങനെ ആവശ്യപ്പെട്ടാലും അമ്മ തല്ലില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ തല്ലി, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത്? അമ്മയോട് ദേഷ്യം തോന്നരുത് ഗൗതം. ദേഷ്യമൊന്നുമല്ല, പക്ഷേ അമ്മ അവളെ തല്ലിയത് ഒട്ടും ശരിയായില്ല. അത് കാരണമല്ലോ ശിവാനി ഇപ്പൊ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. അതൊക്കെ പോട്ടെ, തല്ലിയതോ തല്ലി. അമ്മ എന്തിനാ ആ പഴി നിന്റെ തലയിൽ വെച്ച് കിട്ടിയത്? അമ്മ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് തോന്നുന്നില്ല ഗൗതം. ആ, കാര്യങ്ങളുടെ ഏകദേശം കിടപ്പ് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. ശിവാനിയെ തല്ലണമെന്ന് അമ്മയോട് പറഞ്ഞത് മറ്റാരുമല്ല, അത് ശിവാനി തന്നെയാ. എന്തിന്? അല്ലേ തന്നെ ശിവാനി പറഞ്ഞ ഉടനെ അമ്മ കയറി അങ്ങ് തല്ലുവോ? തല്ലും. ഉം? ശിവാനി എന്നെ ഒന്ന് തല്ലുവെന്ന് വെറുതെ അങ്ങ് ആവശ്യപ്പെട്ടതായിരിക്കില്ല. എന്തോ പറഞ്ഞ് അവൾ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നോ? എന്തു പറഞ്ഞു? അമ്മയെ ഭീഷണിപ്പെടുത്തത്തക്ക എന്ത് കാര്യമാണ് ശിവാനിയുടെ കയ്യിലുള്ളത്? അത് മാത്രമല്ല നിധി, അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അമ്മ അത് നമ്മളോട് പറയാതിരിക്കുവോ? നമ്മളോട് പോലും പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമാണെങ്കിലും ഞാൻ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് പറയുന്നതല്ല. ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ശിവാനി അമ്മയും തമ്മിൽ എന്തൊക്കെ ഇടപാടുകൾ നടക്കുന്നുണ്ട്. അമ്മ അവളെ പേടിച്ചാ ഇപ്പൊ നിൽക്കുന്നത്. എനിക്കിതൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി സ്വയം അടി വാങ്ങിക്കുവോ? അവളുടെ ലക്ഷ്യം ഞാനാ. എന്നെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതിനുള്ള തന്ത്രങ്ങളാണ് അവള് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ നിധി നീ പറയുന്നത്? നിന്നെ പുറത്താക്കാനാണെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിയിട്ട് അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവോ? അതിലൊക്കെ അവൾക്ക് കൃത്യമായ പ്ലാനിങ് കാണും ഗൗതം. എന്ത് പ്ലാനിങ്? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അവൾ എവിടെയെങ്കിലും പോയി ചാടി ചാവൂന്നാ ഇപ്പൊ എന്റെ പേടി. നിർത്ത്, ഇവിടെ മതി, ഇവിടെ നിർത്തി മതി. ഓക്കെ. അക്കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. പോയി ആത്മഹത്യ ചെയ്യാനുള്ള മണ്ടത്തരമൊന്നും ശിവാനി കാണിക്കില്ല. മനുഷ്യന്റെ കാര്യം നിധി, എപ്പ എന്താ തീരുമാനിക്കുന്നത് പറയാൻ പറ്റൂല. അവളുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഗൗതം. ഇപ്പൊ എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് അവൾ എന്തു പറഞ്ഞാണ് അമ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതെന്നുള്ളത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി അമ്മയെ കണ്ട് ആ കാര്യം എന്താണെന്ന് ചോദിച്ചാലോ? അമ്മ പറയില്ല ഗൗതം. പലതവണ പല കാര്യങ്ങളുടെ പേരിൽ അമ്മയോട് ഞാനത് ചോദിച്ചതാ. പുറത്തു പറയാനാവാത്ത എന്തോ ഒരു സംഭവം വെച്ചാ ശിവാനി അമ്മയെ വിരട്ടുന്നത്. അങ്ങനെ ഒരു വിരട്ടൽ ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ അവൾ എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങി പോണം? നീ എന്തൊക്കെ പറഞ്ഞാലും സത്യത്തിൽ എനിക്കൊരു പേടിയുണ്ട്. അവളെങ്ങാനും പോയി വല്ല മണ്ടത്തരവും കാണിച്ചാൽ അതിന്റെ എല്ലാ പഴിയും നിന്റെ തലയിലിരിക്കും. അതിൽ സംശയമില്ല.
ശിവാനി മോളെ അമ്മ അടുത്തേക്ക് വരുന്നത് ഞാൻ ചാടും. നീ എന്താ ഈ കാണിക്കുന്നേ? അവിവേകമൊന്നും കാണിക്കല്ലേ. അമ്മേ വേണ്ട മോളെ വേണ്ട, വേണ്ട. പറയുന്ന കേക്ക്. നീ അവിവേകമൊന്നും കാണിക്കല്ലേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഈ അമ്മയില്ലേ കൂടെ. അമ്മ ഞാൻ ചാടും. മോളെ ചാടില്ലേ. എന്നെ വിട്ടേക്ക്, ഞാൻ ചത്തോളാം. പുഴയിൽ ചാടി ചാവുന്ന കാണാനാണോ എന്നെ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? ഇവിടെയാണ് ചാടിയെന്നറിഞ്ഞ ഒരുപാട് അന്വേഷണമൊന്നും നടത്തണ്ടല്ലോ. ചാവ നേരത്തെ അങ്ങനെ ഒരു ഉപകാരം ചെയ്തു തരാന്ന് കരുതി. ഇവിടെ വന്ന് ചാടി ചാവാൻ വേണ്ടി എന്ത് പ്രശ്നം നിനക്കുള്ളത് അത് പറ. ആ പാർവതി ആന്റി എന്നെ തല്ലിയമ്മേ, തലങ്ങും വിലങ്ങും തല്ലി. തല്ലിയോ? നിന്നെ തല്ലാൻ മാത്രം അവിടെ എന്താ ഉണ്ടായേ? അഥവാ നീ എന്തേലും കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവള് കേറി അങ്ങ് കൈവയ്ക്കോ? അത് കൊള്ളാലോ. നീ വാ, ഇപ്പൊ തന്നെ പോവാ ഈശ്വരമംഗലത്തേക്ക്. ആ പാർവതിയെ പിടിച്ചു നിർത്തി ചോദിക്കും ഞാൻ. എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്നെ കൊണ്ട് അവളുടെ മുഖത്ത് അടുപ്പിക്കും ഞാൻ. അത് കുഴപ്പമില്ലാത്ത പരിപാടിയാണല്ലോ. ഇങ്ങനെ വേണം. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ദേഷ്യത്തോടെ വേണം ഈശ്വരമംഗലത്ത് വന്ന് അമ്മ റിയാക്ട് ചെയ്യാൻ. എന്തൊക്കെയാടി ഈ പറയുന്നത്? എന്റെ അമ്മേ, പാർവതി ആന്റി എന്നെ തല്ലിയത് എന്തിനാണെന്ന് അറിയോ? എന്തിന്?